ഈ തൊഴിൽ ചെയ്യുക എന്നുള്ളൊരു വ്യക്തിയുടെ ഭരണഘടനാപരമായ അവകാശമല്ല. ആയിരിക്കാം, പക്ഷെ അത് മാത്രമല്ല, ജന്മാവകാശം കൂടാണ്. ഒരാൾ ജനിക്കുന്നെങ്കിൽ അവനൊരു തൊഴിലുണ്ട്. ആ തൊഴിൽ ചെയ്യാൻ അവനെ ഉപരോധിക്കാൻ ഒരു സംഘടനയ്ക്കും അവകാശമില്ല. അങ്ങനെ വരുന്നെങ്കിൽ ആ സംഘടന തകർക്കണം. അങ്ങനെ ഉപരോധിച്ച സംഘടന ഉണ്ടെങ്കിൽ അത് തകർന്നിരിക്കും. തിലകനാണ് പറയുന്നത്. ഞാൻ അഭിനയം നിർത്തിവെച്ച് അതിനുവേണ്ടി ഇറങ്ങും. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ശക്തി ആർജിച്ച് ഞാൻ പറയാണ്. അങ്ങനെ ഒരു മാഫിയ സംഘടന ഇവിടെ നിലനിൽക്കില്ല. എത്രയും പെട്ടെന്ന് പിന്മാറുക. ചിലപ്പോ ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് നിർത്തിവെക്കേണ്ടി വരും. വേണ്ടി വന്നാൽ അത് ഉപരോധിക്കാൻ നോക്കും. ഈ അവകാശം വെച്ചിട്ട് എന്റെ ജന്മാവകാശം നടത്താൻ എനിക്ക് ഉപരോധിക്കാം. അത് പോലീസ് വരട്ടെ, കേസാകട്ടെ, അതിലും നല്ലത്. അതിന്റെ പ്രൊഡ്യൂസറും എന്റെ സുഹൃത്തായ എന്റെ മകനെ പോലെ ഞാൻ കരുതുന്നു. സുധീറിനോട് ഞാൻ പറയുന്നു, എന്നെ തിരിച്ചു വിളിക്കുക. നിങ്ങളുടെ അഡ്വാൻസ് എന്റെ കയ്യിലുണ്ട്. എനിക്ക് വേണേ കോടതി വഴി പോകാം, തെളിവുണ്ടാക്കിയെടുക്കാം. ഞാൻ സ്നേഹപൂർവ്വം പറയുന്നു, എന്നെ തിരിച്ചു വിളിക്കുക. പ്രശ്നം ഒഴിവാകും. ഇല്ലെങ്കിൽ പ്രശ്നം കുഴപ്പമാകും. വിനയന്റെ പടത്തിൽ വന്നിരിക്കുന്ന ആള് ഹൈദരാബാദിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ്. അവരും ഇതുപോലെ സംഘടനയിലെ ആൾക്കാരാ. അവർക്കൊന്നും വിലക്കൊന്നുമില്ല. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ചിന്താമണി കൊലക്കേസിൽ വർക്ക് ചെയ്ത ക്യാമറമാനാണ് വിനയന്റെ പടത്തിൽ ആദ്യം വർക്ക് ചെയ്തത്. ഞാനൊക്കെ അഭിനയിച്ച സീൻ അയാളാ എടുത്തത്. രണ്ടാം ദിവസം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു സംഘടന. ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ, ഞാനൊരു മാന്ത്രികനാണ്, മുമ്പിൽ വരുമ്പോ കൊടുങ്കാറ്റുണ്ടാകണം. അതിന് 2 പ്രൊപ്പല്ലർ വെച്ചാണ് വർക്ക് ചെയ്തത്. ഈ 2 പ്രൊപ്പല്ലറും രണ്ടാം ദിവസം തിരിച്ചു വിളിച്ചു മദ്രാസിലേക്ക്. ഇതൊക്കെ സത്യമാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പ്രൊഡ്യൂസർ വളരെ തന്റേടിയായ മനുഷ്യനും, ആ വന്നവർ ഇപ്പൊ വിനയന്റെ പടത്തിൽ വന്ന ചെറുപ്പക്കാരുണ്ട്, നാളത്തെ സൂപ്പർ സ്റ്റാറാണ്, സൂപ്പർ താരങ്ങളാവും. നിങ്ങൾ പുറത്താകും, ചവറ്റുകുട്ടയാവും. അത് പറഞ്ഞുതരാം. അപ്പോഴും തിലകൻ കാണും കേട്ടോ. തിലകൻ സൂപ്പർ താരമല്ലാത്തതുകൊണ്ട് കാണും. ഇത് അഹങ്കാരമാണെങ്കിൽ ഈ അഹങ്കാരം എനിക്കുണ്ട്. പത്രക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഹെഡ് വെയിറ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്ന്. ഇതിനൊക്കെ ഞാൻ ഹെഡ് വെയിറ്റ് കാണിക്കും. ആ ഹെഡ് വെയിറ്റ് ജനങ്ങൾ അംഗീകരിക്കുന്ന. കാരണം ഒരു കവിത നിങ്ങൾ കേട്ട് കാണും. 100 കാലിൽ നുഴഞ്ഞു നീന്തും തേരട്ടയെ നിങ്ങൾ വെറുതെ വിടുക. 8 ചട്ടുകാലിടയിൽ വെളുത്ത ഭാണ്ഡം പേശി വേച്ച് നടക്കും ചിലന്തിയെ. ഏറിയ കാലിൽ ഉറയും വണ്ടിനെ വിടുക, ചുമ്മാ വിടുക. തൊടിയിൽ തേക്കടിയിൽ തേവടിച്ചിപ്പുരയിൽ തേവാര നടയിൽ കാറിൽ കുട്ടി തേവാങ്കിനെ പോൽ കുനിഞ്ഞിരുന്നു പോകും ബോറന്മാരെ കല്ലെറിയുക. അത് ഈ വർഗമാണ്, ഈ മാഫിയ. അതുകൊണ്ട് എന്റെ ഒരു രോമം പറിക്കാൻ പറ്റില്ല അവർക്ക്. എനിക്ക് ജീവിക്കാനുള്ളതുണ്ട്. പക്ഷേ ഈ മാഫിയ സംഘം നിർത്തിയിരിക്കും. ഞാൻ ഇന്നു മുതൽ ശപഥം ചെയ്തിരിക്കുകയാണ്. പിന്നെ വേറൊന്ന്, സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയും വേറൊരാളും ഒപ്പിട്ടൊരു കത്തി എന്നിട്ടുണ്ട്. ഈ പടങ്ങളിൽ നിന്ന് ഇവരെയൊക്കെ പുറത്താക്കണമെന്ന്. പ്രസ്റ്റീജ് പ്രശ്നമാണെന്ന് ആ സൂപ്പർ താരം പറഞ്ഞ പോലെ. ആ സൂപ്പർ താരത്തിന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. ഞാനൊക്കെ ഈ വിനയന്റെ പടത്തിൽ അഭിനയിച്ചാൽ എന്നുവെച്ചാൽ ആ സൂപ്പർ താരമാണ് മലയാള സിനിമ. അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അത് എന്നെ കൊണ്ട് പറയിക്കാതിരിക്കുന്നത് നല്ലത്. ഫെഫ്ക ഒരു നല്ല സംഘടനയായിട്ട് വളർന്നു വരണമെങ്കിൽ നല്ലവരെ അംഗീകരിക്കുക, കഴിവുള്ളവനെ അംഗീകരിക്കുക. അല്ലാതെ ഒരു ഫുട്ബോൾ കോർട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അവിടുന്ന് ബാക്ക്വേർഡും ഫോർവേഡും മറ്റേ സെന്ററും ഒക്കെ വെച്ചിട്ട് ബോളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കരുത്. ഇവിടെ കുറെ ഡയറക്ടർമാർ ചുറ്റും നിന്നിട്ട് ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കി ഇവിടുന്ന് ഒരു ബോൾ, സൂപ്പർ താരം എന്ന ബോൾ അടിച്ചിട്ട് ഇവരുടെ ആവശ്യം കഴിഞ്ഞ് അങ്ങോട്ട് അടിച്ചു കൊടുക്കും, അവിടുന്ന് ഇങ്ങോട്ട് അടിച്ചു കൊടുക്കും, അങ്ങനെ കൊണ്ടുവന്ന് ഹെഡ് ചെയ്ത് ഗോൾ പോസ്റ്റിലടിക്കും. പക്ഷെ അത് സ്വയം ഗോളടിയാകും കേട്ടോ. ഈ സ്വയം ഗോളടി കുഴപ്പമാണ്. സ്വന്തം കോർട്ടിൽ അടിക്കേണ്ടി വരും. തിലകം വിടുകല്ല. ഈ കാട്ടുകുതിരയിലെ ഒരു എന്താണ് ആ കാട്ടുകുതിര കാരക്ടറിന്റെ പേര് ഞാൻ എടുത്ത്, കൊച്ചുവാവയുടെ ടോണി ഞാൻ പറയാണ്. വിടുകയല്ല, ഞാൻ വരും. ഞാൻ
എനിക്ക് തൊഴിലറിയാമെങ്കിൽ എന്നെ വിളിക്കും. എനിക്കിനി ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാനുണ്ട്, എന്റെ മനസ്സിലുണ്ട്. ചിലപ്പോൾ ഞാൻ പടം പിടിച്ചെന്നും വരും. അന്ന് ഇതിൽ പലരും എഴുതാനും അഭിനയിക്കാനും വരുമെന്നും എനിക്കറിയാം. എന്റെ കാല് നക്കാൻ തയ്യാറാകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിനൊന്നും ഇപ്പം ഞാൻ തയ്യാറല്ല. ഏതിന്? കാല് നക്കാൻ. എന്നെ ആരുടെയും കാല് നക്കാൻ കിട്ടത്തില്ല. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിലകന്റെ രോദനമാണെന്ന് ആരും പറയരുത്. ഒരു സാഹിത്യകാരനാണ് പണ്ട് പറഞ്ഞത്, തിലകന്റെ രോദനം കേട്ടു. തിലകൻ കരയാലേ ഇതിനുള്ള കാര്യത്തിന്. നമുക്ക് നോക്കാം. ഞാൻ വെല്ലുവിളിക്കുന്നു. ഇതിന് സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് നിർത്തിവെക്കുക, എന്നെ അതിനകത്ത് വീണ്ടും കാസ്റ്റ് ചെയ്യുക, എന്നിട്ട് എടുക്കുക. ഇത് ഞാൻ പറയുന്നത് സുബൈറിനോട് സ്നേഹപൂർവ്വം, അവകാശപൂർവ്വം ജോഷിയോടും പറയാണ്. പ്രശസ്തിക്കും പണത്തിനും വേണ്ടി 1.5 കോടി രൂപ ഇവിടുത്തെ ഒരു സൂപ്പർ താരം മേടിക്കുമ്പോൾ 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെ മാത്രം വാങ്ങിക്കുന്നവരാണ് ഞങ്ങളൊക്കെ, ഞാനൊക്കെ. അതിന് താഴെ വാങ്ങിക്കുന്നുണ്ട്, 50,000 വാങ്ങിക്കുന്നവരുണ്ട്. ഇപ്പൊ ഈ 2 കൂട്ടരെ തമ്മിൽ താരതമ്യപ്പെടുത്താൻ ഒക്കുകയില്ല. ഈ 1.5 കോടി രൂപ വാങ്ങിക്കുന്നവർ ഫാൻസ് അസോസിയേഷനൊക്കെ വെച്ച് അവര് ഹൗസ്ഫുള്ളാക്കും തിയേറ്റർ. നിങ്ങൾ നോക്കണം, നിങ്ങൾ പ്രേക്ഷകരോട് ഞാൻ പറയാണ്, ഹൗസ്ഫുൾ തിയേറ്ററിൽ നിന്ന് കയറി നോക്കുക, ബാൽക്കണിയെ 10-15 പേരെ കാണത്തുള്ളൂ. ബാക്കിയുള്ള ബാൽക്കണി ടിക്കറ്റൊക്കെ പോയി. ഇത് ഫാൻസ് അസോസിയേഷൻകാരോ ആരോ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു 2 ആഴ്ച പോവും, അത് വാങ്ങിച്ചു വെക്കാനുള്ള കാശ് ഇവർ കൊടുക്കും. അങ്ങനെ 1.5 കോടി രൂപയിൽ ഒരു 25 ലക്ഷം രൂപ അങ്ങനെ അങ്ങ് പോയാലും ഇവർക്ക് ലാഭമാണ്. അപ്പൊ ഇത് കലയല്ല, കച്ചവടമാണ്. അതും കള്ളനോട്ടടി പോലത്തെ കച്ചവടം. പൊതുജനങ്ങളെ വഞ്ചിക്കുകയാണ്. 2 ആഴ്ച ഉഗ്രൻ ഓട്ടമാണെന്ന് പറഞ്ഞ് പരസ്യവും ക്യാപ്ഷനും എല്ലാം കൊടുത്ത് അങ്ങനെ ഒരു മൂഡുണ്ടാക്കിയിട്ട് ആൾക്കാരെ ഇടിച്ചു കയറ്റുക. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഒരു പുതിയ നടൻ വന്ന് ഡയലോഗ് പറയാൻ വാ തുറക്കുമ്പോഴേ കൂയിക്കളയുക. ആരാണ് കൂവുന്നത്? അതിൽ അഭിനയിക്കുന്ന സൂപ്പർ താരത്തിന്റെ ആൾക്കാരാണ്. അങ്ങനെ ഒരു ഫാൻസ് അസോസിയേഷൻ അംഗീകരിക്കാൻ പറ്റില്ല. കഴിഞ്ഞതിന് മുമ്പിലത്തെ ജനൽമുടിയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ജനൽമുടി അമ്മയുടെ. തിലകനെ അമ്മയിൽ നിന്നും പുറത്താക്കണം, മലയാള സിനിമയിൽ നിന്നും പുറത്താക്കണം ഒരു പ്രമേയം കൊണ്ടുവന്നു. എന്നെ അറിയിച്ചിട്ടില്ല, പ്രമേയത്തിന്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല, യാതൊന്നും കിട്ടിയിട്ടില്ല. ആ പ്രമേയം വായിച്ചത് ശ്രീരാമൻ എന്ന് പറയുന്ന നടനാണ്. എപ്പോഴും മമ്മൂട്ടിയുടെ ചിത്രത്തിൽ പുറകിൽ ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നതാണ്, ഒന്നും ചെയ്യാനില്ലാതെ. ശ്രീരാമനല്ല, വേറെ പലരും അങ്ങനെ നിൽക്കുന്നതാണ്. മമ്മൂട്ടി ഇങ്ങനെ പൂന്ത് വിളയാടുമ്പോൾ പുറകിൽ ഇങ്ങനെ കുറെ പേര് നിൽക്കും. അതുപോലെ മോഹൻലാൽ പൂന്ത് വിളയാടുമ്പോഴും പുറകിൽ ചിലർ നിൽക്കും. പക്ഷെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കാണും, കാരണം എല്ലാവരും ഒരു നടനാണ്. അതുകൊണ്ട് വെറുതെ നിൽക്കുന്നത് കണ്ടല്ല അദ്ദേഹത്തിനും പിടിക്കാതെ വന്നേക്കാം. ഞാൻ ഈയിടെ ലാലിന്റെ കൂടെ അഭിനയിച്ചപ്പോഴും എനിക്ക് തോന്നിയതാണ്, ലാൽ ഒരിക്കലും ഫ്രെയിമിൽ ഒരു നടൻ വെറുതെ നിൽക്കുന്ന കണ്ടാൽ ഉടനെ അങ്ങേർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയും. കാരണം അത് കലാകാരന്റെ ഹൃദയം ഉള്ളതുകൊണ്ടാണ്. അല്ല, അഭിനയം ഞാൻ നിർത്തുന്നതിൽ പ്രേക്ഷകർക്ക് വിഷമം ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്റെ ആയുധം അതാണ്. പ്രേക്ഷകനാണ് എന്റെ ആയുധം. ഞാൻ പ്രേക്ഷകനെ കൊണ്ട് എന്റെ അവകാശം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഈ കലാരംഗത്ത് അങ്ങോട്ട് പ്രവൃത്തിയില്ല. ഇത് രാഷ്ട്രീയമായിരുന്നെങ്കിൽ ഉണ്ടായേനെ, പക്ഷെ കലാരംഗത്ത് അതില്ല. അതുകൊണ്ട് പ്രേക്ഷകർ പ്രതികരിക്കണമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്.